കണ്ണിന് കൗതുക കാഴ്ചയായി മൂട്ടിപ്പഴം പഴുത്തു പാകമായി നിൽക്കുന്നു. ചെറുപുഴ പുളിങ്ങോം ഭാഗത്തു നിന്നും 1 കിലോമീറ്ററോളം അകലെയുള്ള കാട്ടിനുള്ളിലാണ് ഈ അപൂർവ വനഫലം നിറഞ്ഞു നിൽക്കുന്നത്. മൂട്ടിപ്പഴം, മൂട്ടിപ്പുളി, മൂട്ടിൻ കയ്പൻ, കുറുക്കൻതൂറി, കുന്തപ്പഴം, മൂട്ടിത്തൂറി തുടങ്ങിയ പേരുകളിലാണ് ഈ പഴം വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നത്. ബക്കൗറിയ കോർട്ടലൻസിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ സസ്യം ദക്ഷിണേന്ത്യയിലെ നിത്യഹരിത വനങ്ങളിലാണ് സാധാരണയായി കാണപ്പെടുന്നത്. പഴയ കാലങ്ങളിൽ ആദിവാസി സമൂഹവും വേട്ടയ്ക്കായി കാട്ടിൽ പോകുന്നവരുമാണ് പ്രധാനമായും ഈ പഴം ഉപയോഗിച്ചിരുന്നത്. സമീപകാലത്താണ് മലയോര മേഖലയിലെ ജനങ്ങൾ മൂട്ടിപ്പഴത്തിൻ്റെ രുചിയും ഗുണവും കൂടുതൽ തിരിച്ചറിഞ്ഞത്. മരത്തിൻ്റെ തായ്തടിയിലാണ് പൂക്കൾ വിരിയുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ചുവപ്പു നിറത്തിലുള്ള ദളങ്ങളില്ലാത്ത പൂക്കൾ വിരിയുന്നത്. പഴുത്തെത്തുമ്പോൾ ഫലത്തിന് കടും ചുവപ്പ് നിറമാകും. മറ്റു വൃക്ഷങ്ങളെപ്പോലെ ശിഖരങ്ങളിൽ കൂടുതലായി കായ്ക്കാതെ മരത്തിൻ്റെ തായ്തടിയുടെ മൂട്ടിൽ നിന്നും മുകളിലേക്ക് കൂട്ടമായി ഫലങ്ങൾ തൂങ്ങിക്കിടക്കുന്നതാണ് ഇതിന് മൂട്ടിപ്പഴം എന്ന പേര് ലഭിക്കാൻ കാരണം. പുളിപ്പും മധുരവും കലർന്ന രുചിയുള്ള ഈ പഴം മലയെണ്ണാൻ, കുരങ്ങ്, കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ഇഷ്ടഭക്ഷണവുമാണ്. രൂപത്തിൽ റംബൂട്ടാനുമായി സാമ്യമുള്ള മൂട്ടിപ്പഴത്തിൻ്റെ കട്ടിയുള്ള തോട് പൊളിച്ചാണ് അകത്തുള്ള ജെല്ലി പോലെയുള്ള ഭാഗം ഭക്ഷിക്കുന്നത്. തോടുപയോഗിച്ച് അച്ചാർ തയ്യാറാക്കാനും കഴിയും. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ഈ പഴം ഗുണകരമാണെന്ന് നാട്ടുവിശ്വാസവുമുണ്ട്. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴ.